മിഡിൽ ലോവർ ക്ലാസ്സിൽ ജനിച്ച മലപ്പുറം ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രവാസി. ഈ പ്രവാസി ഇന്ന് ഡേറ്റ്സ് ആൻഡ് നട്ട്സ്, സീഡ്സ് ഇവയെല്ലാം സെല്ല് ചെയ്തുകൊണ്ട് 100 കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ കമ്പനി ഓരോ വർഷവും ടേൺ ഓവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും, വളരെ ലാളിത്യമുള്ള ഒരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് കുട്ടി. ഈ മനുഷ്യന്റെ സ്ഥാപനമാണ് അജിഫാൻ. ഇന്ന് അജിഫാന്റെ കേസ് സ്റ്റഡീസ് ആണ് ഇന്ന് ഷെയർ ചെയ്തത്. എന്റെ പേര് ആൽബിൻ. ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബിസിനസ്സുമായി റിലേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് കിടക്കാം. 2015 ഫെബ്രുവരി 4 അജിഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ 2013 മുതൽ തന്നെ ഈ സ്ഥാപനം മാർക്കറ്റിലുണ്ട്. എന്നാൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത് 2015 ഫെബ്രുവരി 4 ബാംഗ്ലൂർ ബേസ് ചെയ്തുകൊണ്ടാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഉദ്ദേശം പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഡേറ്റ്സ്, നട്ട്സ്, സീഡ്സ് ഇതേപോലുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുക, അത് മികച്ച ക്വാളിറ്റിയിലും നിലവാരത്തിലും മാർക്കറ്റിൽ അവൈലബിൾ ആക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം. ഇതിന്റെ ഫൗണ്ടർ മുഹമ്മദ് കുട്ടിയും അമീർ മുഹമ്മദുമാണ്. രണ്ടുപേരും കേരള ബേസ് ചെയ്തിട്ടുള്ള ഓൺടർപ്രണേഴ്സ് ആണ്. ഇവരുടെ ബിസിനസ് മോഡൽ കമ്പനി ഓണേഡ്, കമ്പനി ഓപ്പറേറ്റഡ് എന്ന് പറയുന്ന ബിസിനസ് മോഡലാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് കമ്പനിയാണ് കൈകാര്യം ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട്. അതായത് കമ്പനി ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റുകൾ കമ്പനിയിലൂടെ തന്നെ ഡയറക്റ്റ് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്ന രീതിയാണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതുവഴി ഇവർക്ക് കസ്റ്റമർക്ക് പ്രീമിയം എക്സ്പീരിയൻസ് കൊടുക്കാൻ, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ, ഒരു പ്രീമിയം ബ്രാൻഡ് ഇമേജ് ബിൽഡ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇവർ ഫോളോ ചെയ്യുന്ന ബിസിനസ് സ്ട്രാറ്റജി വെർട്ടിക്കൽ ഇന്റഗ്രേറ്റഡ് ബിസിനസ് സ്ട്രാറ്റജിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഇവർ സോഴ്സ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇറാനിൽ നിന്ന്, GCC രാജ്യങ്ങളിൽ നിന്ന്, USA നിന്ന്, യൂറോപ്പിൽ നിന്ന്, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇവർ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഇടനിലക്കാരും ഇല്ലാതെ തന്നെ ഇവരുടെ വെയർഹൗസിലേക്ക് ഇവർ തന്നെ എത്തിക്കുന്നു, ഇവരുടെ റീറ്റെയിൽ സ്റ്റോറിലേക്ക് ഇവർ എത്തിക്കുന്നു, ശേഷം എൻഡ് കസ്റ്റമറിലോട്ട് എത്തിക്കുന്നു. ഇതാണ് ഇവർ ഫോളോ ചെയ്യുന്ന രീതി. ഈ രീതി ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ മാക്സിമം പ്രോഫിറ്റ് ഇവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവരുടെ പ്രൊഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ചോക്ലേറ്റ്സ് ഉണ്ട്, 50-ലധികം വെറൈറ്റി ആയിട്ടുള്ള ഡേറ്റ്സുകളുണ്ട്, നട്ട്സ് ഉണ്ട്, സീഡ്സ് ഉണ്ട്, പലതരത്തിലുള്ള ഡ്രിങ്കുകളുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള, അതായത് ഹെൽത്ത് ഓറിയന്റഡ് ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആവാത്ത പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ, ഡ്രൈ ഫ്രൂട്ട്സ് സഹിതം പ്രൊഡക്റ്റുകൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം പല രാജ്യങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്തുകൊണ്ട് ഇവർ വെയർഹൗസിൽ കൊണ്ടുവരുന്നു, ഇവരുടെ റീറ്റെയിൽ സ്റ്റോറിൽ ഇവർ വെക്കുന്നു, അത് മുഖേന എൻഡ് കസ്റ്റമറിലോട്ട് സെല്ല് ചെയ്യുന്ന രീതിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. പല രാജ്യങ്ങളിലായിട്ട് ഇവരുടെ സ്റ്റോറുകൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലും മറ്റും, അതേപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ ആയിട്ട് ഇവരുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ത്യയിൽ മാത്രം ഏകദേശം 200-ലധികം ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിൽ മാത്രമായിട്ടുണ്ട്. അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കേരള, തമിഴ്നാട്, കർണാടക ബേസ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഇവർ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യയിൽ കൂടെ ഇവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ തങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ചോക്ലേറ്റ്സുകളായിക്കോട്ടെ, ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ആയിക്കോട്ടെ, സീഡ്സ് ആയിക്കോട്ടെ, ഡ്രിങ്കുകളായിക്കോട്ടെ, അതേപോലെ തന്നെ സ്പൈസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഇവരുടെ റീറ്റെയിൽ സ്റ്റോറുകൾ വഴിയാണ് പ്രധാനമായും ഇവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രീമിയം എക്സ്പീരിയൻസുകൾ കൊടുക്കുന്ന വഴി അത്യാവശ്യം നല്ല പ്രീമിയം ക്ലാസ്സിലുള്ള ഉപഭോക്താക്കളാണ് ഇവരുടെ മെയിൻ കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ എന്നതാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് കേരളത്തിൽ അത്യാവശ്യം ഇവരുടെ ഔട്ട്ലെറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഇവരുടെ മെയിൻ ക്ലയന്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് മുസ്ലിം കുടുംബങ്ങളാണ്. മുസ്ലിം കുടുംബങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ മെയിൻ ഉപഭോക്താക്കളെ വരുന്നത്. ഇവരുടെ പീക്ക് ടൈം എന്ന് പറയുന്നത് അവരുടെ പെരുന്നാള്, റമദാൻ, ഈദ് പോലുള്ള ടൈമുകളുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് ഈ ടൈമിനാണ് നടക്കുന്നത്. രണ്ടാമത്തത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഉപഭോക്താക്കൾ, അതായത് സീഡ്സ്, നട്ട്സ്, ഡേറ്റ്സ് ഇവയുടെ ശരീരത്തിനുള്ള ബെനിഫിറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പർച്ചേസ് ചെയ്യുന്ന പ്രീമിയം ഉപഭോക്താക്കളാണ് ഇവരുടെ രണ്ടാമത്തെ ക്ലയൻസുകൾ. മൂന്നാമത്തത് കോർപ്പറേറ്റ് ക്ലയൻസുകളാണ്. അതായത് ദീപാവലി പോലുള്ള ഫെസ്റ്റിവൽ സീസണിലും മറ്റും ഗിഫ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾ. അതേപോലെ തന്നെ ചെറിയൊരു കൂട്ടമാണ് ഓൺലൈൻ ബയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇവർ ഓൺലൈൻ സ്റ്റോർ മുഖേന പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾ. ഇവരുടെ ഏജ് എടുക്കുകയാണെങ്കിൽ ശരാശരി 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ഉപഭോക്താക്കളാണ് വരുന്നത്. അതേപോലെ തന്നെ അവരുടെ വരുമാനം എടുത്തു കഴിഞ്ഞാൽ ശരാശരി ഒരു വർഷം 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഉപഭോക്താക്കളാണ് ഇവരുടെ ക്ലയന്റ് ആയിട്ട് വരുന്നവർ.
ഇവർ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ പ്രോഫിറ്റ് മാർജിൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് പ്രീമിയം ഡേറ്റ്സിന്റെ പ്രോഫിറ്റ് മാർജിൻ ഇവർ ചാർജ് ചെയ്യുന്നത് 10% മുതൽ 60% വരെയാണ് ഇവരുടെ പ്രോഫിറ്റ് മാർജിൻ. എന്നാൽ ഇമ്പോർട്ട് ചെയ്യുന്ന നട്ട്സുകൾക്കാണെങ്കിൽ 10% മുതൽ 30% വരെയൊക്കെ ഇവർ പ്രോഫിറ്റ് മാർജിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന ചോക്ലേറ്റ്സുകൾ മുഖേനയൊക്കെ ആണെങ്കിൽ അതിനും അത്യാവശ്യം 20% മുതൽ 40% വരെയൊക്കെ പ്രോഫിറ്റ് മാർജിൻ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൂം ഇൻഫോ ഇവരുടെ ഡാറ്റ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇവരുടെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് ശരാശരി 50 കോടിക്കും 80 കോടിക്കും ഇടയിലാണ് വരുന്നത്. എന്നാൽ പലപ്പോഴും അതിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതായത് രണ്ടായിട്ടാണ് ഇവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് അജിഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും അജിഫാൻ ഇന്റർനാഷണൽ റീറ്റെയിൽ എന്നും പറഞ്ഞും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കമ്പനിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കാം. ഇവരുടെ ഇന്ത്യയിലെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ഹാപ്പിലോ, തുളസി നട്ട്സ് തുടങ്ങിയ ബ്രാൻഡുകൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് ഇവരുടെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നത്. എന്നാൽ ഇവർക്ക് ചില അഡ്വാൻറ്റേജുകളുണ്ട്. അതായത് ഇവർക്ക് ഓൺ ഫാമിംഗ് ത്രൂ ഉള്ളത് കൊണ്ട്, അതായത് ഇവർ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് കൃഷി ചെയ്ത് പ്രീമിയം ആയിട്ടുള്ള ഡേറ്റ്സ് അത് ഏകദേശം 50-ലധികം വെറൈറ്റി ഇവർ തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പല പ്രീമിയം ലെവലിലുള്ള ഡേറ്റ്സുകളും ഇവരുടെ കയ്യിൽ മാത്രമാണുള്ളത്, പുറത്ത് അവൈലബിൾ അല്ല. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അടുത്തതാണ് പ്രീമിയം ലെവലിലുള്ള റീറ്റെയിൽ എക്സ്പീരിയൻസ് ഇവർ നമുക്ക് നൽകുന്നുണ്ട്. അതായത് ഇവരുടെ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ്സോ നട്ട്സോ സീഡ്സോ ഏതെങ്കിലും എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ മുഖേന നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോർ നൽകുന്ന എക്സ്പീരിയൻസും ഇവരുടെ അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ കേരളത്തെ ബേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ പ്രീമിയം ലെവലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അഡ്വാൻറ്റേജ് ഇവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് അജിഫാന്റെ സ്ട്രെങ്തിനുള്ള കാരണവും അതേപോലെ തന്നെ അവർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള കാരണവും. നിങ്ങൾ അജിഫാനിൽ നിന്ന് ഡേറ്റ്സ് ആൻഡ് നട്ട്സോ സീഡ്സോ സംതിങ് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഒന്ന് കമന്റിൽ ഇടാൻ സാധിക്കുമോ? ബിസിനസ്സുമായി റിലേറ്റ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.